Makhana board in Bihar. അങ്ങനെ മക്കാന ബോർഡ് വരുന്നു ഗോയ്സ്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ ഒരുപാട് യൂട്യൂബ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മക്കാന വെച്ചിട്ടുള്ള റെസിപ്പീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. മക്കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരയുടെ വിത്താന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക. ശരിക്കും അല്ല, ഇതൊരു ജലസസ്യമാണ്. നമ്മുടെ ആമ്പലിന്റെ കുടുംബത്തിൽ വരുന്ന ചെടിയാണ്. യുറൈൽ ഫെറോക്സ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഇതിൽ ഏകദേശം ഇന്ത്യയിൽ തന്നെ 250 to 300 കോടിയുടെ അടുത്ത് എക്സ്പോർട്ട് വാല്യൂ ഒക്കെ ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഭയങ്കര ന്യൂട്രീഷ്യസ് സൂപ്പർ ഫുഡായിട്ടൊക്കെ ഇതിനെ പറയപ്പെടാറുണ്ട്. ഇതിനെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ബീഹാറിലാണ്. അതുകൊണ്ട് തന്നെ മക്കാന ബോർഡ് വന്നിട്ടുള്ളത് ബീഹാറിലാണ്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്ഥലങ്ങളിലൊക്കെ ധാരാളം ഇതിനെ കണ്ടുവരാറുണ്ട്. അവർ ഇതിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിനെ വിളവെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നിറച്ച് മുള്ളാണ് ചെടികളിൽ. ബീഹാറിലൊക്കെ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടങ്ങളിൽ മഖാന പൂക്കും വിത്തായതിനു ശേഷം വേനൽക്കാലം ആകുന്ന സമയത്ത് വെള്ളം കുറയും. ഇതിനെ ഒരു മുള കൊണ്ട് ഉണ്ടാക്കിയ കൊട്ട കൊണ്ട് മണ്ണോട് കൂടി പോയി കോരി എടുക്കുക, എന്നിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബീഹാറിലാണ് ഇവരതിനെ പോപ്പ് ചെയ്ത്, അതായത് ചൂട് ഇതാക്കിയിട്ട് പോപ്പ് ചെയ്തിട്ട് മഖാനയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതേ സമയത്ത് നോർത്ത് ഈസ്റ്റിൽ വരുമ്പോൾ അവർ മുള കൊണ്ട് അതുപോലത്തെ പല സാധനങ്ങളും കൊണ്ട് ഉണ്ടാക്കിയ പറിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ടൂൾ വെച്ചിട്ട് കായകൾ പറിച്ചെടുക്കുകയാണ്. ഇങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം ഇതിനെ പ്രോസസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി മഖാന എന്ന് പറഞ്ഞാൽ താമരവിത്ത എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കും.